ഹലോ നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിദാൻ TMT ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അയൺ ആൻഡ് സ്റ്റീലാണ് പ്രൊഡക്ഷൻ. ഇത് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ആവശ്യമായ തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാറുകളും റൗണ്ട് ബാറുകളും നിർമ്മിക്കുന്ന കമ്പനിയാണ്. 1984 ജൂൺ 26 ശിവാനി റോളിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു. 2022 ജാനുവരി മാസത്തിൽ റിദാൻ TMT ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തു. ഉൽപ്പന്നങ്ങൾ TMT ബാറുകൾ. വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ഉപയോഗിക്കുന്ന TMT ബാറുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഡാമുകൾ, പാലങ്ങൾ, താമസ വാണിജ്യ കെട്ടിടങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ TMT ബാറുകളാണ്. ഈ ബാറുകൾക്ക് നാശപ്രതിരോധ ശേഷിയുണ്ട്. കോൺക്രീറ്റ് ബോണ്ടിങ് ശക്തമാണ്. ഭൂകമ്പ പ്രതിരോധശേഷി, ഉയർന്ന താപ പ്രതിരോധം തുടങ്ങിയ ഗുണങ്ങളുണ്ട്. 2025 ജൂൺ 23 റിദാൻ TMTയുടെ ഒരു ഓഹരിയുടെ വില 23 രൂപയായിരുന്നു. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1857 കോടി രൂപയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. റവന്യൂ ആൻഡ് പ്രോഫിറ്റ്. റവന്യൂവും പ്രോഫിറ്റും എന്താണെന്ന് നോക്കാവുന്നതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് 64.77 കോടി രൂപ വരുമാനമുണ്ടായി. അതേസമയത്ത് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 24.7% കുറവാണ്. നെറ്റ് ലാഭം 3.8 കോടിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെയുമായി താരതമ്യം ചെയ്യുമ്പോൾ 28.56% കുറവാണ്. പ്രോഫിറ്റ് മാർജിൻ എന്താണെന്ന് നോക്കാവുന്നതാണ്. ഓപ്പറേറ്റിംഗ് ലാഭം, ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് 10.88%. നെറ്റ് ലാഭം, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 5.97%. ഇനി ഇത് ലിക്വിഡിറ്റി പൊസിഷൻസ് എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. കറണ്ട് റേഷ്യോ 4%. ഇത് കമ്പനിയുടെ മികച്ച സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. ഹ്രസ്വകാലത്ത് കമ്പനിയുടെ മികച്ച സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. ഇനി കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, കടബാധ്യത എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. 0.19 ആണ്. ഇത് സ്വാഭാവികമായും കമ്പനിയുടെ കടബാധ്യത താരതമ്യേന കുറവാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.19 ആണ്. ഇത് കടബാധ്യത താരതമ്യേന കുറവാണ്. ഇനി റിട്ടേൺസ് എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. റിട്ടേൺസ് ഓൺ ഇക്വിറ്റി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ROE, അതായത് റിട്ടേൺസ് ഓൺ ഇക്വിറ്റി 4.5%. ഇത് ഷെയർ ഹോൾഡേഴ്സിന് തെറ്റില്ലാത്ത നേട്ടം കൊടുത്തിട്ടുണ്ട്. റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ക്യാപിറ്റൽ എത്ര ഉപയോഗിച്ചു എന്നുള്ളതാണ്. ROCE 6.57%. ROC ഇത് മികച്ച രീതിയിൽ ക്യാപിറ്റൽ വിനിയോഗിച്ചു എന്ന് വേണം കരുതാൻ. ഇനി ഇതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 368.52 ആണ്. ഇത് ഇൻഡസ്ട്രിയൽ PE റേഷ്യോക്കാട്ടിയും കൂടുതലാണ്. അതിനെ നമുക്ക് ഓവർ വാല്യൂഡായി വേണം കൺസിഡർ ചെയ്യാൻ. പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ 20.41 ആണ്. അതായത് PB റേഷ്യോ 20.41 ആണ്. PB റേഷ്യോ കമ്പനിയുടെ ഉയർന്ന മൂല്യത്തിനെയാണ് കാണിക്കുന്നത്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർമാരുടെ കയ്യിൽ 62.12% പ്രൊമോട്ടർമാരുടെ കയ്യിൽ തന്നെയാണ്. ഇതിലൊരു ഷെയർ പോലും പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് നോക്കാനുള്ളതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 14 ദിവസത്തെ RSI എന്ന് പറയുന്നത് 78.6 ആണ്. ഇത് കമ്പനിക്ക് കൂടുതൽ വാങ്ങലിനെയാണ് കാണിക്കുന്നത്. മൂവിങ് ആവറേജസ് നോക്കാവുന്നതാണ്. 50 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് 17.75%, 17.75. 200 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് 17.69 മുകളിലുമാണ്. ഇത് വ്യാപാരത്തിൽ ശക്തമായ ബയ്യിങ്ങിനെയാണ് കാണിക്കുന്നത്, ബുള്ളിഷ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. മൂവിങ് ആവറേജ് കൺവേർജൻ്റ് ഡൈവേർജൻസ്, MACD എന്ന് പറയും. ഇത്
0.37 ആണ്. ഇതൊരു ബുള്ളിഷ് സിഗ്നലിനെയാണ് കാണിക്കുന്നത്. ADX ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് 58.7 ആണ്. ശക്തമായ ട്രെൻഡാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ നമ്മൾ നോക്കാനുള്ളത് കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൊസിഷൻ ശക്തമാണ്. ഇത് കറണ്ട് റേഷ്യോ 4%. ഇത് ഉയർന്ന സ്ട്രെങ്താണ് കാണിക്കുന്നത്. ഹെൽത്തി ലിക്വിഡിറ്റി റേഷ്യോ ആണ് കാണിക്കുന്നത്. അതുപോലെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് ഉയർന്നതാണ്. അതിലൊരു ഷെയർ പോലും അവർ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. ഇനി ലിമിറ്റേഷൻ ഉള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുള്ള റവന്യൂ, ഇത് വരുമാനവും പ്രോഫിറ്റും കുറവായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കുറവായിരുന്നു റവന്യൂവും, ഇത് വരുമാനവും നെറ്റ് പ്രോഫിറ്റും കുറവായിരുന്നു. PE/PB റേഷ്യോസും ഇത് ഉയർന്നതാണ്. ഇത് സ്വാഭാവികമായി ഓവർ വാല്യൂഡ് കാണിക്കുന്നു. ടെക്നിക്കൽ അനാലിസിസ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ് എല്ലാം കമ്പനി ഒരു വാങ്ങൽ സൈഡിൽ തന്നെയാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും പ്രധാൻ PMT ലിമിറ്റഡ് ഉയർന്ന ലിക്വിഡിറ്റിയും, ഇതിനൊരു കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ റിദാൻ PMT ലിമിറ്റഡ് ഉയർന്ന ലിക്വിഡിറ്റിയും പ്രൊമോട്ടർമാരുടെ ശക്തമായ പ്രൊമോട്ടർ ഹോൾഡിംഗ് ശക്തവുമാണ്. അതിലൊരു ഷെയർ പോലും പ്ലഡ്ജ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും കമ്പനിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനത്തിലും പ്രോഫിറ്റിലും കുറവുണ്ടായി. അതുപോലെ തന്നെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ തുടങ്ങിയവ ഉയർന്നതാണ്. ഇത് ഓവർ വാല്യൂവേഷനെ കാണിക്കുന്നു. ടെക്നിക്കൽ